സോ ഇതിലെ എല്ലാ കാറ്റഗറീസിൽ നിന്ന് തന്നെ ഗൈസ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഹായ്, ഐ എം ലക്ഷ്മി ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പേഴ്സണലി എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഹോൾ വീഡിയോ ആണ്. മീഷോ ജ്വല്ലറി സെറ്റ് ഹോളാണ്. മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ജ്വല്ലറി സെറ്റ്, അതായത് നെക്ക് പീസും ഇയറിങ്സും കൂടി സെറ്റായിട്ട് വരുന്നിട്ടുള്ള ജ്വല്ലറീസിൻ്റെ ഹാൾ വീഡിയോ. അഫോർഡബിൾ റേഞ്ചിൽ ഇതിനെല്ലാം തന്നെ ഒരു 180-190 റേഞ്ചിലാണ് ഈ നെക്ക് പീസും അതുപോലെ ഇയറിങ്ങും കൂടി നമുക്ക് ഒരുമിച്ച് കിട്ടും. നമുക്കറിയാം സെലിബ്രേഷൻസ് ഒക്കെ വരുവാണ്. സോ അതിന് എന്നാൽ അത്യാവശ്യം ഫങ്ഷൻസിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ഓഫ് ജ്വല്ലറീസ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഒത്തിരി ഹെവി മോഡലൊന്നുമല്ല, എന്നാൽ നമുക്ക് പറയാം സെറ്റുമുണ്ട് അല്ലെങ്കിൽ ധാവണി അല്ലെങ്കിൽ പട്ടുപാവാട ടൈപ്പ് കൈൻഡ് ഓഫ് ഡ്രസ്സൊക്കെ ട്രഡീഷണൽ വേഴ്സിൻ്റെ കൂടെ അല്ലാതെ പറ്റുന്ന ടൈപ്പ് ജ്വല്ലറീസ് ആണ് ചെയ്യുന്നത്. ഒരു 4-5 പീസ് ഞാൻ പർച്ചേസ് ചെയ്തു. സോ ഇതിലെ എല്ലാ കാറ്റഗറീസിൽ നിന്ന് തന്നെ ഓരോ പീസ് വീതമാണ് ഞാൻ സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അതായത് ചോക്കർ വരുന്നുണ്ട്, നെക്ലേസ് വരുന്നുണ്ട്, ഹാരം ടൈപ്പ് ഓക്സിഡൈസ്ഡ് സിൽവർ വരുന്നുണ്ട്, ഗോൾഡ് കളർ വരുന്നുണ്ട്, അങ്ങനെ എല്ലാം കൂടി ആയിട്ടുള്ളതാണ്. കൂടാതെ കൊറിയൻ ഇയറിങ്സിൻ്റെ ഒരു സെറ്റ് കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഹാൾ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. വാങ്ങിയിട്ടുള്ളത് എങ്ങനെയുണ്ട് എന്നുള്ളത് അൺബോക്സിങ്ങോട് കൂടി തന്നെയാണ് ചെയ്യുന്നത്. ഞാനിതൊന്നും അൺബോക്സ് ചെയ്തിട്ടില്ല, അപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. സോ അൺബോക്സിങ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പാക്കേജിങ് എങ്ങനെയുണ്ട്, ഏത് സെല്ലറിൻ്റെ കയ്യിൽ നിന്നാണ് ഞാനത് വാങ്ങിയിട്ടുള്ളത്, അത് പിക്ചറിലെ പോലെ തന്നെയാണോ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത്, എന്തെങ്കിലും ഡാമേജസ് ഉണ്ടോ എന്നുള്ളതൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ പ്രൈസും അതുപോലെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഫസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് വന്നിട്ടുള്ളത് അതായത് ഇതുപോലൊരു കാർഡ്ബോർഡ് ബോക്സിൻ്റെ അകത്താണ്. ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതുപോലെ ബബിൾ റാപ്പിൻ്റെ അകത്താണ് വന്നിട്ടുള്ളത്. ഏത് ജ്വല്ലറി ആണുള്ളത് നോക്കട്ടെ. ഇതെന്ന് പറയുന്നത് ഞാൻ ഓർഡർ ചെയ്ത ചോക്കർ സെറ്റാണ്. ഭാഗ്യമുണ്ട് ഗൈസ്, താഴെപ്പോയിട്ട് കല്ലൊന്നും പോയിട്ടില്ല, ക്വാളിറ്റി ഉള്ള ടൈപ്പാണ്. സോ ഇതിൻ്റെ ഇയറിങ്സ് വരുന്നത് ഇതാണ്. ഇങ്ങനെ വരുന്ന കൈൻഡ് ഓഫ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും നമ്മുടെ ട്രഡീഷണൽ വെയറിൻ്റെ കൂടെ അടിപൊളിയായിട്ട് പോകുന്ന എന്നാൽ സിമ്പിളായിട്ടുള്ളൊരു നെക്ക് പീസാണ്. നല്ല രസമുണ്ട്. ഇതിൻ്റെ ഈ ലോക്കറ്റിൻ്റെ പോർഷനാണ് ഇയറിംഗ് ആയിട്ട് വരുന്നത്. ഇത് രണ്ടും കൂടി നല്ല രസമുണ്ട്. SM ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുള്ള സെല്ലറിൻ്റെ കയ്യിൽ നിന്നാണ് ഈ ജ്വല്ലറി സെറ്റ് വാങ്ങിയിട്ടുള്ളത് മീഷോന്ന്. ഇതിൻ്റെ ഞാൻ വാങ്ങിയപ്പോഴുള്ള പ്രൈസ് എന്ന് പറയുന്നത് 167 റുപ്പീസാണ്. 167 റുപ്പീസിന് ഈ ജ്വല്ലറി സെറ്റ് ശരിക്കും വേർത്താണ്. അപ്പോൾ ഇത് വാങ്ങിയിട്ടുള്ളത് SM ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുള്ള സെല്ലറിൻ്റെ കയ്യിൽ നിന്നായിരുന്നു. മീഷോയിലൊരു ഓപ്ഷൻ ഉണ്ട്, നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബൈ നൗ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓൾ റിട്ടേൺസ് എന്ന് പറഞ്ഞ ഒരു എമൗണ്ട്, ഓൺലി ഫോർ ഡാമേജ്, അത് ഡാമേജിന് മാത്രമായിട്ടുള്ള റിട്ടേൺ ഒരു എമൗണ്ടാണ്. അപ്പോൾ ഈ ഡാമേജിന് മാത്രമുള്ള റിട്ടേണിന് നമുക്ക് കുറച്ചും കൂടി ഡിസ്കൗണ്ട് കിട്ടും. അതുപോലെ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഒരു ഡിസ്കൗണ്ട് കിട്ടും. സോ അങ്ങനെ 167 റുപ്പീസിനാണ് ഈ ജ്വല്ലറി സെറ്റ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അടിപൊളി സെറ്റാണ്. നമുക്ക് സാരീസിൻ്റെ കൂടെ അല്ലെങ്കിൽ സെൽവേഴ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഈ പട്ടുപാവാട, ക്രോപ്പ് ടോപ്പ്, സ്കേർട്ടൊക്കെ ട്രഡീഷണൽ വെയേഴ്സിൻ്റെ കൂടെയൊക്കെ നല്ല മാച്ചായിട്ട് പോകുന്ന ഒരു ജ്വല്ലറി തന്നെയാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തൊരു ജ്വല്ലറിയുടെ പാക്കേജിങ് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിലോട്ട് വന്നിട്ടുള്ളത്. നേരത്തെ ട്രാൻസ്പെറൻ്റ് അല്ലായിരുന്നു. ഇത് വന്നിട്ടുള്ളത് വേഴ്സ്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെല്ലറിൻ്റെ അടുത്ത് നിന്നായിരുന്നു വന്നിട്ടുള്ളത്. ഓപ്പൺ ചെയ്ത് നോക്കാം ഏതാണ് ജ്വല്ലറി എന്നുള്ളത്. ഓക്കെ, ഇതും ബബിൾ റാപ്പ് ചെയ്ത് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞല്ലോ ഇതിലെ ജ്വല്ലറി സെറ്റ്. നെക്ലേസ് ഇയറിങ്സിൻ്റെ സെറ്റ് അല്ലാണ്ട് 2 ഇയറിങ്സിൻ്റെ കോംബോ, കൊറിയൻ ഇയറിങ്സിൻ്റെ കോംബോ ആയിട്ട് വാങ്ങിയിട്ടുള്ളതായിരുന്നു ഇത്. കാരണം ഇത് കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നിയ കാരണം വാങ്ങിയതാണ്. ഫ്ലവർ ഡിസൈനൊക്കെ ഉണ്ട്. കൊറിയൻ ഇയറിങ്സ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. 2 കൊറിയൻ സ്റ്റഡ് ഇയറിങ്സ്. അത് വുമൻസിനും ഗേൾസിനും പറ്റിയിട്ടുള്ളതാണ്. ഒത്തിരി സൈസിലൊന്നുമല്ല. ഇത് വേറെ ചെയ്തിട്ടുള്ള പിക്ക് ഞാൻ സൈഡിൽ കൊടുത്തത്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ സെല്ലർ എന്ന് പറയുന്നത് ശ്രീ റാംജി ഗിഫ്റ്റ് കളക്ഷൻസ് എന്നുള്ളതാണ് സെല്ലർ.
ഇതിൻ്റെ പ്രൈസ് ഞാൻ വാങ്ങിച്ചപ്പോൾ എന്ന് പറയുന്നത് 121 റുപ്പീസാണ്. അത് രണ്ടും കൂടിയാണ്. അപ്പോൾ ഒരു 60 റേഞ്ചിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ശരിക്കും വർത്ത് തന്നെയാണ്. ഇതിൻ്റെ പാക്കേജിങ് ഇങ്ങനെയാണ്, ബബിൾ റാപ്പ് ചെയ്ത് ഇതുപോലത്തെ കവറിലാണ് വന്നിട്ടുള്ളത്. ഓപ്പൺ ചെയ്ത് നോക്കാം. രണ്ടാമത്തേന്ന് പറയുന്നത് പാക്കേജിങ് ഒക്കെ അടിപൊളിയാണ്. ഒരു ഡാമേജും വന്നിട്ടില്ല, വരാത്ത രീതിയിലുള്ള പാക്കേജിങ് തന്നെയാണ് എൻ്റെ കയ്യിലെത്തിയപ്പോഴത്തേക്കും. നല്ല രസമുണ്ട്, ഫ്ലവറും അതുമായിട്ടുള്ളതാണ്. അടുത്തൊരു നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കവറിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നമൻ ആർട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള സിൽവർ ജ്വല്ലറി, ഒരു ഹാരം ടൈപ്പാണ്. അപ്പോൾ ഇതാണ് ഹാരം വരുന്നത്. അടുത്തൊരു പാക്കേജിങ്ങിൽ ഇതിൻ്റെ ഇയറിങ് വരുന്നുണ്ട്, പിന്നൊരു മുക്കുത്തി ഇതും വരുന്നുണ്ട്. ഈ 3 എണ്ണം കൂടിയാണ് വന്നിട്ടുള്ളത്. ഈ 3 എണ്ണത്തിൻ്റെയും കൂടി പ്രൈസ് എന്ന് പറയുന്നത് 184 റുപ്പീസാണ് ഈ ഇയറിങ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓക്സിഡൈസ്ഡ് സിൽവർ ആണെങ്കിൽ കൂടി അതിലൊരു ഗോൾഡിൻ്റെ ടച്ച് കൂടി വരുന്നുണ്ട്. നമൻ എന്ന് പറഞ്ഞിട്ടുള്ള സെല്ലറിൻ്റെ കയ്യിൽ നിന്നാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഹാരം വരുന്നത് ഈ ഓൺലൈൻ ഞാൻ പറഞ്ഞല്ലോ. ഇതിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഇതിൽ ഗോൾഡൻ ഇതുകൂടി വരുന്നുണ്ട്. കണ്ടേ, അവിടെ ആയിട്ടൊക്കെ ഫ്ലവറിനൊക്കെ ഗോൾഡൻ ഇത് വരുന്നുണ്ട്. ഇതിൻ്റെ ഇയറിങ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റഡ് ഇയറിങ്സ് ആണ് വരുന്നത്, അതിലും ഗോൾഡൻ ടച്ച് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഇയറിങ്സ് ആണ്. ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട് കുത്തി വരുന്നുണ്ട്. ആക്ച്വലി ഇതെനിക്ക് യൂസ്ഫുൾ അല്ല, എൻ്റെ കൂടെ കിട്ടിയതാണ്. ഫെൽറ്റ് ക്യൂട്ട്, നല്ല രസമുള്ളൊരു മുക്കുത്തി കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 3 സെറ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. അടുത്ത സെറ്റ് അൺബോക്സ് ചെയ്ത് നോക്കാം. അടുത്തത് വന്നിട്ടുള്ളത് ഇതുപോലത്തെ കാർഡ്ബോർഡ് ബോക്സിൽ തന്നെയാണ്. ഇതാണ് ആ ജ്വല്ലറി എന്ന് പറയുന്നത്. ശ്രീ വിഹാത് ഫാഷൻ എന്ന് പറഞ്ഞ സെല്ലറിൻ്റെ കയ്യിൽ നിന്നുള്ളതാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിരുന്നത് 132 റുപ്പീസാണ്. നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് എൻ്റെ ഇത് നെക്ലേസ് ആണ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇയറിങ്സ് ഉണ്ട്. ഇതാണ് ഈ ഇയറിങ്സ് എന്ന് പറയുന്നത്. സെയിം തന്നെയാണ്, ശരിക്കും ഓണി അല്ലാത്തൊരു ജ്വല്ലറിയാണ്, സിമ്പിളായിട്ടുള്ളതാണ്. സോ എത്നിക് വേഴ്സിൻ്റെ കൂടെ ട്രഡീഷണൽ വേഴ്സിൻ്റെ കൂടെയൊക്കെ നല്ല മാച്ചായിട്ട് പോകുന്ന കൈൻഡ് ഓഫ് ജ്വല്ലറി സെറ്റാണ്. അഫോർഡബിൾ പ്രൈസാണ് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. അടുത്തത് ഈ ഒരു ജ്വല്ലറി സെറ്റാണ്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിലൊരു ബോക്സിലാണ് വന്നിട്ടുള്ളത്. സോ എനിക്ക് ജ്വല്ലറി ഇട്ട് വെക്കാനായിട്ട് വേറൊരു ജ്വല്ലറി ബോക്സിൻ്റെ ആവശ്യം വരുന്നില്ല. അതായത് ഇതുപോലത്തെ ഒരു ബോക്സിലാണ് കിട്ടിയിട്ടുള്ളത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഓക്സിഡൈസ്ഡ് ഹെവൻ എന്ന് പറഞ്ഞിട്ടുള്ള സെല്ലറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിരുന്നത് 151 റുപ്പീസാണ്. നോക്കാം. ഇതെന്ന് പറയുന്നത് കോംബോ ജ്വല്ലറി സെറ്റാണ്. അതായത് ഇതിൻ്റെ അകത്ത് 2 ഹാരംസും വരുന്നുണ്ട്, 2 ഇയറിങ്സും വരുന്നുണ്ട്. മൊത്തം 4 കവറിലായിട്ടാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത്. പാക്കേജിങ്ങിനെ പറ്റി ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് നോക്കാം, എന്തെങ്കിലും ഡാമേജസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഫസ്റ്റ് മാല വന്നിട്ട് ഇതാണ്. ഇത് പ്യുവർലി സിൽവർ കളറിലാണ്. ഞാൻ നേരത്തെ കാണിച്ചത് ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ഒരു ഗോൾഡൻ ടച്ച് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇയറിങ് വരുന്നുണ്ട്, ഇതിൻ്റെ ഇയറിങ് വരുന്നത് സെയിം ആ പെൻഡൻറ്റിൻ്റെ പോലത്തെ ഇതാണ് അതിൻ്റെ പെൻഡൻറ്റ് വരുന്നത്. നല്ല രസമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ സെറ്റാണ്. ഇതിൻ്റെ ആ ഒരു ഹാങ്ങിങ്സിൽ ഡിഫറൻസ് വരുന്നത്, രണ്ടും ഡിഫറെൻ്റ് ആണ്. ഇയറിങ്ങും മാലയും കൂടി വരുന്നത്. ഇതിലിങ്ങനെ സിൽവർ ബീഡ്സ് വരുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്തിട്ട് വേറെ ആണെങ്കിൽ അങ്ങനെ വേറെ ചെയ്യാം. ഹാങ്ങിങ് ആയിട്ടുള്ള ഇയറിങ്സ് ആണ് വരുന്നത്. 2 സെറ്റിനും കൂടിയിട്ട് ആകെ എനിക്ക് 151 റുപ്പീസേ ആയിട്ടുള്ളൂ. ശരിക്കും വർഷമാണ്. ഇപ്പം എനിക്ക് എന്തായാലും നല്ല ലക്കിനാണ് കിട്ടിയിട്ടുള്ളത്.
നമുക്ക് ഇതുപോലത്തെ കുർത്തീസ് ഡ്രസ്സസ് ഒക്കെ വെയർ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജ്വല്ലറി സെറ്റാണ്. ശരിക്കും സൂപ്പർ ക്വാളിറ്റിയാണ് വന്നിട്ടുള്ളത്. സോ ഇത്രയും പ്രൊഡക്ട്സ് ആണ് ഞാൻ മീഷോയിൽ നിന്നും വാങ്ങിയിട്ടുള്ളത്. അപ്പം ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ട്, പർച്ചേസ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ പറയുകയാണെങ്കിൽ ഇതെല്ലാം തന്നെ നല്ല അഫോർഡബിൾ റേഞ്ചിലാണ് വന്നിട്ടുള്ളത്, നല്ല ക്വാളിറ്റിയിലുമാണ് വന്നിട്ടുള്ളത്. എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ ആ ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് ഒക്കെ മിക്ക സൽവാറിൻ്റെ കൂടെ, സാരീസിൻ്റെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ട്രഡീഷണൽ വേഴ്സിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ മാച്ചായിട്ട് പോകുന്ന ജ്വല്ലറിയാണ്. പെട്ടെന്നൊന്നും കളർ ഫെയ്ഡ് ആവത്തൊന്നുമില്ല. അതാണ് ഓക്സിഡൈസ്ഡ് ജ്വല്ലറിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയും ജ്വല്ലറി സെറ്റാണ് ഞാൻ ഇന്ന് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഞാൻ സെലക്റ്റീവായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി ഹെവി അല്ല, നമുക്ക് മിക്ക ഡ്രസ്സിൻ്റെ കൂടെ മാച്ചായി പോകുന്ന കൈൻഡ് ഓഫ് ജ്വല്ലറി സെറ്റ് തന്നെയാണ്. അപ്പോൾ ഇതിലേതെങ്കിലും നമുക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ, പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കാരണം എൻ്റെ വീഡിയോസിൽ ഒരു 60%, ഇപ്പോൾ ഒരു 67% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സോ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പോൾ ഇതുപോലുള്ള ഓൺലൈൻ ഷോപ്പിംഗ് ഹാൾ വീഡിയോസ്, റിവ്യൂ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ. സോ അപ്പോൾ ഇനി ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചെറുതൻ ബൈ ഫ്രം ലക്ഷ്മി.